ഹലോ ആൻഡ് വെൽക്കം ടു BB ടോക്സ് വിത്ത് പേർഷ്യൻ മലയാളി. ഇന്നത്തെ എപ്പിസോഡ് 5th എപ്പിസോഡായിരുന്നു. 5th എപ്പിസോഡിൽ ഇന്ന് പ്രത്യേകിച്ച് നടന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ രേണു സുധിയുടെ ഇന്നലത്തെ കേസ് തന്നെ. രേണു സുധി അത് മനസ്സിൽ വെച്ചിട്ട് അനുമോൾ ഇന്നെന്തോ അവളെ എന്തോ അക്ബർ പറഞ്ഞ എന്തോ കാര്യം ഇങ്ങനെ പറഞ്ഞ് ഇതും കൂടി ഇങ്ങനെ പതിയെ ഇട്ട് കൊടുത്തപ്പോൾ രേണു സുധി അതിനെ തന്നെ പിടിച്ച് കയറി വീണ്ടും കുറച്ച് ഷൗട്ട് ചെയ്യാനൊക്കെ നോക്കി. അപ്പോൾ ഇന്നലെ രാത്രി അക്ബർ പോയി സോറിയൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും രേണു സുധി ഇതിപ്പോൾ ഒരു കാർഡായിട്ട് കളിക്കുന്നുണ്ടോ എന്നൊരു സംശയം. എന്നാലും നമ്മൾ സോറി പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അക്ബർ അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു. ബട്ട് രേണു സുധിക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത്. അവർക്ക് ഇൻ കേസ് പറയണം ഈ ഒരു കാര്യത്തിനെ കുറിച്ച് എന്നെ ഇങ്ങനെ വിളിച്ചെന്നൊരു കാര്യം പറയണമെങ്കിൽ അവരെ കുറിച്ച് മാത്രം പറയാം. അവർ ലോകത്തിലുള്ളവരെ അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും കൂടെ സിംബലൈസ് ചെയ്ത് ഞങ്ങളെയാണ് പറഞ്ഞെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ അത് ശരിയല്ല. അവർക്ക് വേണ്ടി സംസാരിക്കാം, അതാണ് അതിൻ്റെ നല്ലൊരു കാര്യം. പിന്നെ അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആർഗ്യുമെൻ്റ് ഒക്കെ ചെയ്തു. അതായിരുന്നു ആദ്യം കാണിച്ചത്. പിന്നെ നടന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജിസേൽ ആണെങ്കിൽ ജിസേലിൻ്റെ ഈ ഒരു ഇവർക്ക് ബാൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ഇവർക്ക് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കാനുള്ള ഒരു പെർമിഷനുള്ള ബാൻഡ്, അതെവിടെ മിസ് ചെയ്ത് എന്നിട്ടും ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു. അത് ബിഗ് ബോസ് നോട്ടീസ് ചെയ്തിട്ട് ജിസേലിൻ്റെ പെട്ടി സാധനങ്ങളൊക്കെ തിരിച്ചെടുത്തിട്ട് ജിസേലും പഴയ യൂണിഫോമിൽ എത്തിയിരിക്കുകയാണ്. ആൻഡ് ഓൾസോ 1-2 പേരൊക്കെ ഈ ബാൻഡ് ഇല്ലാത്തൊരു ഷൂവും ആക്സസറീസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എല്ലാവരും തിരിച്ചെടുത്തു. ഷാനവാസും ജിസേലിൻ്റെ ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതൊക്കെ തിരിച്ചെടുത്തു. പിന്നെ വീണ്ടും ഈ നമ്മുടെ ഈ കോയിൻ ടാസ്ക് ഒക്കെ വീണ്ടും ഇത് ചെയ്തിരുന്നു. അതിൽ വീണ്ടും അക്ബർ വിന്നറായി. അക്ബറിന് ഡെസ്റ്റിനി കോയിനും കിട്ടി, ഒരു ഗോൾഡ് കോയിനും കിട്ടി. ആ ഡെസ്റ്റിനി കോയിൻ അക്ബർ വെച്ചുകൊണ്ട് ഗോൾഡ് കോയിൻ അഭിലാഷിന് കൊടുത്തു. അപ്പോൾ ഡെസ്റ്റിനി കോയിനിൽ അക്ബറിന് കിട്ടിയ ഒരു പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെളിയിൽ കിടക്കുന്ന ഈ എന്തോ പുകഞ്ഞ കൊള്ളി പുറത്ത് ടാസ്കിൽ വെളിയിൽ കിടത്തിയ ആളിനെ ആരെങ്കിലും ഒരാളെ സ്വാപ്പ് ചെയ്യാം, അകത്തുള്ള ഒരാളെ വെളിയിലാക്കിയിട്ട് വെളിയിലുള്ള ഒരാളെ അകത്താക്കാം. അപ്പം അക്ബർ ചൂസ് ചെയ്ത് ഷാനവാസിനെ അകത്താക്കിയിട്ട് മുൻഷി രഞ്ജിത്തിനെ വെളിയിലുമാക്കി. ആൻഡ് അഭിലാഷിന് കൊടുത്തത് നെക്സ്റ്റ് വീക്കിൽ ആരെങ്കിലും നോമിനേഷനിൽ ഇടാമെന്നുള്ളതായിരുന്നു. ഒരു ഗോൾഡ് കോയിൻ വെച്ചിട്ട് അഭിലാഷിന് കിട്ടിയ പവർ. അഭിലാഷ് ഷാനവാസിനെ നെക്സ്റ്റ് വീക്കിലേക്ക് നോമിനേഷനിലിട്ട് കാരണം പറഞ്ഞത് ഇന്നലെ വൈകിട്ട് ഇവർക്ക് ഈ കോയിൻ ടാസ്കിൽ ഈ അനീഷും അക്ബറും ഷാനവാസും കൂടെ ഒരു ടാസ്ക് ചെയ്തതിൽ ഉന്തുന്നത്. സോ ഷാനവാസും അക്ബറും അത് ശരിയായ രീതിയിൽ ചെയ്തില്ല. സോ അക്ബറിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഹീസ് ഓൾറെഡി നോമിനേറ്റഡ് നെക്സ്റ്റ് വീക്കിൽ. സോ അതുകൊണ്ട് ഷാനവാസിനെ അഭിലാഷ് നോമിനേറ്റ് ചെയ്തത്. അതാണ് അഭിലാഷിൻ്റെ കാരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വീണ്ടും ഈ പ്ലാനിങ് ആൻഡ് പ്ലോട്ടിങ് നടക്കുന്നതായിട്ടാണ്. എങ്ങനെയാണ് വെളിയിൽ ഉറങ്ങിയ ആൾക്കാരെ എങ്ങനെയാണ് റെഡ് സോണിലോട്ട് കൊണ്ടെത്തിക്കുന്നത്, അങ്ങനത്തെ ഒരു പ്ലാനിങ് ആൻഡ് പ്ലോട്ടിങ് ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ ടൈം കാണിക്കുന്നത്. ഓൾസോ നമ്മുടെ നെവിൻ ജിസലിൻ്റെ മറ്റേ ടാഗ് ഉണ്ടല്ലോ, ബാൻഡ്, അത് കിട്ടിയിട്ടുണ്ട്. അവർക്കൊരു വെളിയിൽ നിർത്തിയൊരു ടാഗുള്ള 3 പേരും പിന്നെ ടാഗില്ലാത്ത കുറച്ച് പേരും കൂടെ ഇങ്ങനെ ആർഗ്യുമെൻറ്റ്സ് നടത്തി വിജയിക്കുന്നതിൽ നെവിൻ വിജയിച്ച് നെവിന് ജിസലിന് ടാഗ് കിട്ടി. സോ ഇന്നത്തെ ബിഗ് ബോസിൽ ഇതൊക്കെ ഉള്ളൂ ഒരു എക്സൈറ്റിംഗ് ആയിട്ട് നടന്ന കാര്യങ്ങൾ. ബാക്കി സാധാരണ രീതിയിലുള്ള ടാസ്കുകളും കാര്യങ്ങളും സംസാരങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് മാത്രം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് BB ടോക്സ് വിത്ത് പേർഷ്യൻ മലയാളി. താങ്ക് യു സോ മച്ച്. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഡോണ്ട് ഫർഗെറ്റ്. ബൈ.